ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ CSEB ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാം ഇങ്ങനെ അടുത്ത് കഴിഞ്ഞു. ഒക്ടോബർ 26-ാം തീയതിയാണല്ലോ എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സിലബസ് ഒക്കെ അറിയാം. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിത് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കൺസെപ്റ്റ് ഓഫ് ദ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഫാദർ ആരാണെന്നാണ്. എന്തിൻ്റെയാണ്? കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം. കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് പ്രോഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് ഇൻവെന്റ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻസിൽ ജോൺ വോൺ ന്യൂമാൻ ഉണ്ട്, ചാൾസ് ബാബേജ് ഉണ്ട്, അലൻ ട്യൂറിംഗ്, അഡാ ലവ്ലേസ് ഉണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജോൺ വോൺ ന്യൂമാൻ ആണ് ഫാദർ ഓഫ് കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ്, അല്ലേ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് ചാൾസ് ബാബേജ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അനലിറ്റിക്കൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഓപ്ഷൻ ആയിരുന്നു അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നത്. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ്റെ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അതേപോലെ ഫാദർ ഓഫ് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ ആയിരുന്നു അഡാ ലവ്ലേസ്. ഇത് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ഓരോ നമ്മുടെ ടെക്നോളജീസ് ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്ത ആൾക്കാരും അതിൻ്റെ ഇയറും ഒക്കെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഈസ് ഡിസൈൻഡ് ബൈ ചാൾസ് ബാബേജ് വാസ് കോൾഡ്. എന്താണ്? നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ കണ്ടു അല്ലേ? ഓപ്ഷൻസിൽ വന്നൊക്കെ എന്തൊക്കെയാണ്? അനലിറ്റിക്കൽ എഞ്ചിൻ, അബാക്കസ്, ഇനിയാക്, യൂണിവാക്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. അപ്പോൾ ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്തത് എന്തായിരുന്നു? അനലിറ്റിക്കൽ എഞ്ചിൻ ആയിരുന്നു. അതെന്ന് പറയുന്നത് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പാറ്റേണിനകത്ത് ഇതിനകത്ത് ഒന്നല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഹിസ്റ്ററി ടൈപ്പ്, അതേപോലെ തന്നെ നമുക്ക് ജനറേഷൻസ്, ഈ ഏരിയാസിൽ നിന്നും 12 മാർക്കിനോളം ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ പറഞ്ഞു പോകുന്നതൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, അപ്പൊ ഇതിലുള്ള ഓപ്ഷൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് എനിയാക്ക്, യൂണിവാക്ക് ഒക്കെ ഉണ്ട് അല്ലേ? ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഓരോ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഓരോ സമയത്തും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ആണ് എനിയാക്ക്, യൂണിവാക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അബാക്കസ് എന്ന് പറയുന്നത് ആദ്യത്തെ, നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് അബാക്കസിലൂടെ ആയിരുന്നു. ദെൻ വരുന്നതാണ് എനിയാക്. എനിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് എനിയാക് എന്ന് പറയുന്നത്. പിന്നെ യൂണിവാക് ഇതിന് ശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഇൻ US എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളും അതുപോലെ ഓപ്ഷൻസും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ പല എക്സാമുകളിലായിട്ട് കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The first electronic general computer is considered to be UNIVAC 1, ENIAC, EDVAC, IBM. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഏതാണ്? എനിയാക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എനിയാക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കണ്ടപ്പോൾ തന്നെ യൂണിവാക്കും അതേപോലെ തന്നെ എനിയാക്കും ഉണ്ട്. ഇതിനകത്ത് എനിയാക്കിന് ശേഷമാണ് നമ്മൾ യൂണിവാക്കിലേക്ക് വരുന്നത്. നോക്കിക്കേ, യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് യൂണിവാക്ക് എന്ന് പറയുന്നത്. എഡ്വാക്ക് എന്ന് പറയുന്നത് ഇതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഏതാണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് എഡ്വാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇത് ഓരോന്നും ഡെവലപ്പ് ചെയ്ത ഇയറും പഠിച്ചു വെക്കുക. ഡെവലപ്പ് ചെയ്തത് ആരാണെന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ,
അടുത്ത ഒരു ഏരിയയാണ് ഏത്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് പവർഫുൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തൊന്നും ഓരോ കമ്പ്യൂട്ടറിനും എന്തുണ്ട്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലേ, അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, നോക്കി തന്നിരിക്കുന്നതിനകത്ത് മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സൂപ്പർ മൈക്രോ, സൂപ്പർ കണ്ടക്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, മെഗാ ഫ്രെയിം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഓപ്ഷൻസിനകത്തുനിന്ന് നമുക്ക് ഏതിലേക്ക് വരാം? സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റേതൊക്കെയായിരുന്നു ടൈപ്പായിട്ട് വരുന്നത്? നമുക്കറിയാം. ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട വേറെ ഒരു ചോദ്യമുണ്ട്. അതായത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം സീരീസ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പരം സീരീസ് എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സീരീസ് ആണെന്ന് പഠിക്കുക. ഇതും ക്വസ്റ്റ്യനകത്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ വരുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് IBM ആണ്. IBM സീരീസിന് ഉൾപ്പെടുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ യൂണിവാക്ക് കണ്ടില്ലേ, യൂണിവാക്ക് 9400 എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനുള്ളിലാണ് വരുന്നത്. പിന്നെ മിനി കമ്പ്യൂട്ടർ ഉണ്ട്. മിനി കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ഡിവൈസ് ഒക്കെ നമുക്ക് ഏതിനകത്ത് ഉൾപ്പെടുത്താം? മൈക്രോ കമ്പ്യൂട്ടേഴ്സിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ വേഗതയെ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് ജനറേഷൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാറ്റേണിൽ തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് ഹാഫ് ബൈറ്റ്. എന്താണ്? ഹാഫ് ബൈറ്റ് ഈസ് നോൺ ആസ് ഡേറ്റ, ബിറ്റ്, സെൻറ്റ്, നിബിൾ. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബിറ്റ് ആണ്. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. ഓക്കെ, അതിനകത്ത് 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബൈറ്റ് ആണ് എന്ന് പഠിക്കുക. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് ആണെന്ന് പഠിക്കുക. ഇതിനകത്തെ 4 ബിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് ആണ്. സോ ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ബിറ്റ് ആണ്. ആ 4 ബിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നിബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിബിൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ നമുക്ക് ഓരോ ലെവൽ ഉണ്ടല്ലോ, ആ ഒരു ഏതൊക്കെയാണ് ബിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്, അത് കഴിഞ്ഞിട്ട് ബൈറ്റിലേക്ക് വരുന്നു, ബൈറ്റിന് ശേഷം കിലോ ബൈറ്റ് വരുന്നു. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനകത്തുനിന്ന് നമ്മളോട് ചോദ്യം ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ വോളറ്റൈൽ മെമ്മറി. എന്താണ് നോൺ വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ നമുക്ക് പവർ സപ്ലൈ കട്ടായി പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യും? നമുക്ക് ഡേറ്റ അതിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അങ്ങനെ നോൺ വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റാമും ക്യാഷ് മെമ്മറിയും ഒക്കെ എന്താണ്? ടെമ്പററി സ്റ്റോറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? ഇതിനകത്ത് റോം എന്ന് പറയുന്നതാണ് നമുക്ക് ശരിക്കുമുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി റോം ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്താണെന്നും അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ റാമിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, റാമിൻ്റെ ടൈപ്പ് നോക്കി വെക്കുക. ഓക്കെ, ഇനി ക്യാഷ് മെമ്മറി റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് എന്തൊക്കെ പഠിക്കും? ക്യാഷ് മെമ്മറിയുടെ പൊസിഷൻ എവിടെയാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്താൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാ? ക്യാഷ് മെമ്മറിയുടെ പൊസിഷൻ എവിടെയാ? ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ പ്രോസസ്സറിനും നമ്മുടെ മെമ്മറിക്കും ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി എന്ത് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും? പ്രോസസ്സറിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതാണ് ക്യാഷ് മെമ്മറി കേട്ടോ. ക്യാഷ് മെമ്മറി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വരുന്നതാണ് വിർച്വൽ മെമ്മറി. വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
അതായത് നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതൊരു ഫിസിക്കൽ മെമ്മറി അല്ല. വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫിസിക്കൽ മെമ്മറി അല്ല. ഇത് ഹാർഡ് ഡിസ്കിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, മെയിൻ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാവുന്ന ഒരു ഏരിയയാണ് വോളറ്റൈൽ അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, റോം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് അവൈലബിൾ ഫോർ കൊമേഴ്ഷ്യൽ യൂസ്. കൊമേഴ്ഷ്യൽ യൂസിന് അവൈലബിൾ ആക്കിയ ആദ്യ കമ്പ്യൂട്ടർ ഏതാണ്? ENIAC, EDVAC, Mark I, UNIVAC. ഓക്കെ, ഇത് നമ്മളതൊരു ഓപ്ഷനായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? UNIVAC ആയിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, UNIVAC ആണ് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ഫോർ ഇന്റർനെറ്റ് കണക്ഷൻ? ഇന്റർനെറ്റ് കണക്ഷന് ഏത് ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ജോയ്സ്റ്റിക് ഉണ്ട്, മോഡം, CD ഡ്രൈവ്, NIC കാർഡ്. ഏതാണ്? ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. പിന്നുള്ളതോ, പിന്നെ CD ഡ്രൈവ് ഉണ്ട്, മോഡം ഉണ്ട്, NIC കാർഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് CD ഡ്രൈവ് എന്തല്ല, നമുക്ക് നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ CD ഡ്രൈവിനെ യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് മോഡവും NIC കാർഡുമാണ് അല്ലേ. ഇവിടെ തെറ്റിപ്പോവരുത്, ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഏതാ വരുന്നത്? മോഡം ആണ് വരുന്നത്. മോഡം എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ഷൻ സാധ്യമാക്കുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആയിട്ട് പഠിക്കുക. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നാണ് നമ്മൾ മോഡത്തെ പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന NIC കാർഡാണ്. NIC കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറും അതേപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ഷൻ സാധ്യമാക്കുന്നത് ഈ ഒരു NIC കാർഡ് വഴിയായിരിക്കും. അത് മദർ ബോർഡിനുള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്തുനിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇതേപോലെയുള്ള ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, സ്റ്റോറേജ് മീഡിയംസ് എന്തൊക്കെയാണ് നമുക്കുള്ളത്, മെമ്മറിയെക്കുറിച്ച് പഠിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എ ലൈറ്റ് പെൻ? എന്താണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്? ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഡിവൈസ്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ്, ഇലക്ട്രോണിക് ഇൻപുട്ട് ഡിവൈസ്, ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഡിവൈസ്. പേരിൽ നിന്ന് തന്നെ പഠിക്കാം, പെന്നാണ് അല്ലേ. പെന്നാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. അതെന്താണ്? നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പേരിൽ നിന്ന് തന്നെ പഠിക്കുക, ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കാറ്റഗറീസ് ഉണ്ടല്ലോ, ആ ഓരോ ഇൻപുട്ട് ഡിവൈസിനകത്ത് തന്നെ പല രീതിയിലുള്ളതുണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആ ഓപ്ഷൻസിൽ നമുക്ക് അത് നോക്കി പഠിക്കണം. ഓക്കെ, അതായത് നമുക്ക് ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ അല്ലേ ഇത്. ലൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് മാത്രം പഠിക്കാതെ അതിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്ന് പഠിക്കുക, ലൈറ്റ് പെൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. നമുക്ക് ഇത് ലാസ്റ്റ് നടന്ന എക്സാമിനകത്ത് കണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് കുറച്ച് വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ സിലബസിനകത്ത് സ്പെസിഫൈ ചെയ്യാത്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതായത് ഇതിന് നമുക്ക് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഡേറ്റ അയക്കുന്നു, ആ ഡേറ്റ കൊടുക്കുമ്പോൾ സമയത്ത് എന്താണ്, അതൊരു തേർഡ് പാർട്ടി എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാനായിട്ട് പാടില്ല അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒറിജിനൽ മെസ്സേജിനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതെവിടെയാണ്? സെൻഡർ സൈഡിലാണ് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത ആ ഒരു ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ എവിടേക്ക് ചെല്ലും? നമ്മുടെ റിസീവറിൻ്റെ സൈഡിൽ ചെല്ലും. റിസീവർ എന്ത് ചെയ്യും? അതിനെ തിരിച്ച് ഒറിജിനൽ മെസ്സേജ് ആയിട്ട് മാറ്റും. അതിനെ നമ്മൾ ഡിക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് അഡ്വാൻസ്ഡ് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, AES എന്ന് പറയും, പിന്നെ DES ഉണ്ട്. ഇത് രണ്ടും എന്താ?
നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തു നിന്ന് ഇത് രണ്ടും നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് തന്നെയാണ്? AES അൽഗോരിതം തന്നെയാണ് നമുക്ക് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പഠിക്കുക, AES. ഓക്കെ, ഫുൾ ഫോം പഠിക്കുക. AES ഉണ്ട്, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡും ഉണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, ഇത് നെറ്റ്വർക്കിന്റെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡൊമൈൻ നെയിം സെർവർ ട്രാൻസ്ലേറ്റ് എ ഡൊമൈൻ നെയിം ഇൻറ്റു ഡാഷ്. എന്താണ് DNS നമ്മൾ പറയാം അല്ലേ? ഡൊമൈൻ നെയിം സെർവർ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഡൊമൈൻ നെയിമിനെ ഹെക്സ് ആക്കി മാറ്റും, ബൈനറി ആക്കും, URL ആക്കും, IP ആക്കി മാറ്റും. അതായത് ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. IP അഡ്രസ്സിലേക്കാണ് നമ്മുടെ DNSനെ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? DNS നമ്മുടെ ഡൊമൈൻ നെയിം അല്ലെ? നമുക്ക് ഓരോ വെബ്സൈറ്റ് ഇപ്പോൾ എടുക്കുകയാണെങ്കിലും അതിനെല്ലാം എന്തുണ്ട്? ഒരു ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കും. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്? ഒരു IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഡൊമൈൻ നെയിം സെർവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ 26-ാം തീയതിയാണ് നമുക്ക് എക്സാം നടക്കുന്നത്. അപ്പോൾ ആ വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, ഏകദേശം ഒരു 30 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വലിയ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ ഓരോ ഏരിയയിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിലൂടെയും വർക്കൗട്ടുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് CCയുടെ ടീം നിങ്ങളോടൊപ്പം ചേരുകയാണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 30 ഡേ ആണല്ലോ ഉണ്ടാവുക. ആ 30 ഡേയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, മാക്സിമം ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ വർക്കൗട്ടുകൾ, പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്ലസ് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടു കൂടി ആയിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ എത്രയും വേഗം, നമുക്ക് സമയം കളയാനേ ഇല്ല, എത്രയും വേഗം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.